മിണ്ടിയും പറഞ്ഞും സ്നേഹിച്ചും കൂട്ടുകൂടിയും സൗഹൃദങ്ങൾ പങ്കിട്ടും പുതിയ കൂട്ട് തേടിയും കൂട്ടുകൂടിയും ഞങ്ങളുടെ യാത്രകൾ തുടരുകയാണ്. അപ്പയും മോനും, ഞാനും അപ്പൂസും. അച്ഛനും മകനുമായിട്ടുള്ള ഈ യാത്ര തുടങ്ങിയിട്ട് ഏറെ കാലമായി. അത് യൂട്യൂബിലും ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വരാൻ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷങ്ങളേ ആയിട്ടുള്ളൂ. അതിനു മുൻപൊക്കെ എഴുത്തുകളിലൂടെയായിരുന്നു യാത്രകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറെ ഇഷ്ടമാണ് യാത്ര. എന്നെപ്പോലുള്ള സാധാരണക്കാരായ ആൾക്കാരോട് മിണ്ടിയും പറഞ്ഞും കൂട്ടുകൂടിയും ഒക്കെ അങ്ങനെ പോകുമ്പോൾ ഏറെ സന്തോഷമാണ്. ഈ ലോകം എത്ര സുന്ദരമാണെന്നറിയോ? പച്ചയായ മനുഷ്യർ, വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മിണ്ടിയും പറഞ്ഞും കൂട്ടുകൂടിയും കളിച്ചും ചിരിച്ചും സ്നേഹിച്ചും സ്നേഹം പങ്കുവെച്ചൊക്കെ അങ്ങനെ പോകുമ്പോൾ ഓരോ ദിവസവും അത്രമേൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. വേദനകളില്ല. ഒരിക്കൽ അനുഭവിച്ച വേദനകളിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ചിരിച്ച മുഖത്തോടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ ഒരു ചിരി ഒത്തിരി പേർക്ക് സന്തോഷം നൽകുന്നുണ്ട്. ആ ഒത്തിരി സന്തോഷം 10 മടങ്ങ് ഇരട്ടിയായി എനിക്കും അപ്പൂസിനും തിരിച്ച് കിട്ടുന്നുണ്ട്. അധികം പേരും പൊട്ടക്കിണറ്റിൽ എന്ന പോലെ അവനവൻ്റെ പ്രശ്നങ്ങൾ, മറ്റവൻ്റെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വളരും. നമുക്കെല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഏതോ ഘട്ടങ്ങളിൽ ആരൊക്കെയോ നമ്മിൽ പറഞ്ഞു പഠിപ്പിച്ച ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്നുകൊണ്ട് ഒരു യാത്ര എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയ മനസ്സിനുടമകളായിത്തീരും നമ്മൾ. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഒന്ന് നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങൂ, നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങൂ. എല്ലാവരോടും മിണ്ടിയും പറഞ്ഞും കൂട്ടുകൂടിയും അതൊരു വല്ലാത്ത വൈബാ. കോടാനുകോടികൾ കൊടുത്താൽ കിട്ടാത്തൊരു സന്തോഷമാണത്. എന്തൊക്കെ രസമാണെന്നറിയോ, എന്തൊക്കെ കാഴ്ചകളാണെന്നറിയോ. നമ്മുടെ മലയാള ഭാഷ തന്നെ ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. ഓലോടി ലോല വീണ പോല് പറഞ്ഞ് ഓലോലയ. അങ്ങനെ വ്യത്യസ്തമായ രീതികൾ, കാഴ്ചകൾ, കൂട്ടുകൾ, നല്ല പാട്ടുകൾ, നല്ല സംസാരങ്ങൾ. ഇതിനിടയിൽ ജാതിയുമില്ല, മതവുമില്ല, രാഷ്ട്രീയവുമില്ല, വിശപ്പ് മാത്രമേ ഉള്ളൂ. വിശക്കുമ്പോൾ ഈ അമ്മ തരുന്ന പോലെ ഒരു ചുള ചക്ക കിട്ടിയാൽ മതി, വയറും മനസ്സും ഒക്കെ നിറഞ്ഞു.